ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA മോക്ക് ടെസ്റ്റിലെ 50 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഹു എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, വില്യം ജോൺസ്. ഹു എമംഗ് ദ ഫോളോയിങ് സ്റ്റാർട്ടഡ് ദ കുക്ക മൂവ്മെൻറ്റ്? എന്തായാലും ഒരു സിംഗ് ആണ് അല്ലേ, ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, സദ്ഗുരു രാം സിംഗ് ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രാർത്ഥന സമാജ്? അബോളിഷൻ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ്, വിമൻ വിഡോ മാരേജ് ഒക്കെ കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഓപ്ഷൻ ഡി, നാഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ. Prarthana Samaj was founded by Atmaram Pandurang in Bombay in 1867. Okay? Yeah. Which of the following pairs is not correctly matched? Satya Shochak Samaj, Jyotirao Phule, Ezhava Memorial, Srinarayana Guru, Self-Respect Movement, E.V. Ramaswamy Nayakar. അതിൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അല്ല അല്ലേ, BR അംബേദ്കർ അല്ല. നമുക്ക് ആരാണെന്നൊന്ന് നോക്കാം. The justice movement in Madras presidency was started by C.N. Mudaliar, T.M. Nair, P. Tyagaraj to secure job and representation for the non-Brahmin in the legislature. Okay, yes. Next question. Operation Blackboard was the outcome of? Right answer option C, National Policy of Education in the year 1986, NPE 1986. Okay, clear. Education was put in concurrent list through which constitution amendment in 1976? Option B is the right answer, 42nd amendment. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ. ഓക്കെ. ദ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് പ്ലേസസ് സ്പെഷ്യൽ എംഫസൈസസ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ്? റൈറ്റ് ആൻസർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. NABARD was established based on the recommendation of which committee? National Bank for Agriculture and Rural Development അല്ലേ. It was established in the year. അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ ശരി ഉത്തരം ബി, ശിവരാമൻ കമ്മിറ്റി. ഓക്കെ. Give the year in which M.T. Vasudevan Nair received Jnanapith Award. Right answer option D, 1995. അപ്പോൾ നമുക്ക് മേജർ അവാർഡ്സ് ഒന്ന് പഠിച്ചു വയ്ക്കാം. പത്മഭൂഷൺ 2005, ജ്ഞാനപീഠ് ഇപ്പോൾ പഠിച്ചു 1995, എഴുത്തച്ഛൻ അവാർഡ് 2011, JC Daniel അവാർഡ് 2013, കേരള ജ്യോതി അവാർഡ് 2022. Which initiative linked to the Cyber Security Handbook for Mahila Suraksha by certain aimed to educate women about cyber safety, AI awareness and provide supporting guidance? Right answer option D, Cyber Sakhi. Which country won both men's and women's Kabaddi World Cup 2025 held in Wolverhampton, England? വോൾവർഹാംപ്റ്റൺ ഇംഗ്ലണ്ടിൽ മെൻസ് ആൻഡ് വിമൻസ് രണ്ടും വിജയിച്ചത് ഇന്ത്യ തന്നെയാണ്. ആരെയാണ് തോൽപ്പിച്ചതെന്നും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് അല്ലേ. ഓക്കെ, ക്ലിയർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ HDFC ബാങ്ക് ഇൻ സെലിബ്രേഷൻ വിത്ത് ദ ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് CSC അക്കാഡമി? ഓക്കെ, ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ റെഡിയാക്കുക എന്നൊക്കെ ഉള്ളത് ഏത് ബാങ്ക്? നമ്മുടെ HDFC ആണ്. ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആ പ്രോജക്റ്റിൻ്റെ പേരാണ് HAKK. ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് about ആറാട്ടുപുഴ വേലായുധ പണിക്കർ are correct? He challenged the domination of upper caste. He established the first Kathakali Yogam. He started Achipudava Samaram or strike. ഇവിടെ എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ 150-ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ ലോവർ ടു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് കോൾഡ് ദ നോസ്റ്റിക് ബീയിങ് ഇൻ ടേംസ് ഓഫ് ഹൂസ് ഫിലോസഫി ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ്? ആൻസർ ചിത്രത്തിലുണ്ട്, അരബിന്ദു അല്ലേ? ഓക്കെ. Next, who is the project director of Indian Moon Mission Chandrayaan 3? Option D, Veera Muthuvel. Okay, P. Veera Muthuvel. ഓർത്ത് വെക്കുക. Next question, name the new approach to curriculum transaction which has heavily influenced by the teaching of Paulo Freire. Answer C, critical pedagogy. The major theorist of concept attainment model is, അറിയാന്നുള്ളൊരു ആൻസർ ആണല്ലേ? ഓപ്ഷൻ എ, ജെറോം എസ് ബ്രൂണർ. The method for the acquisition of teaching skill is, Dwight W. Allen ഫോം ചെയ്തതാണ്. സോ the right answer, micro teaching. Next question, techniques and procedures adopted by teachers to make their teaching effective. Option C, communicative skills. The Herbarian step of lesson plan was proposed by Herbert Spencer ആണോ അതോ ജോൺ എഫ് ഹെർബർട്ട് ആണോ? ഹെർബേറിയൻ തന്നെ ക്ലൂ ഉണ്ടായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ജോൺ എഫ് ഹെർബർട്ട് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫോണിറ്റിക്സിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ സൂപ്പർ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ്? റൈറ്റ് ആൻസർ, ദേ ആർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെസ്, റിഥം ആൻഡ് ടോൺ. സൂപ്രാ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രെസ്, റിഥം ആൻഡ് ടോൺ. വാട്ട് ടേം യൂസ്ഡ് ബൈ ഫെർഡിനൻഡ് ഡി സുഷർ corresponding to the term performance? കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ചോംസ്കിയുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൊണ്ടുവന്നത് ലാങ് ആൻഡ് യെസ് ഓപ്ഷൻ ബി, പരോൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്, ഫെർഡിനൻഡ് ഡി സുഷറിൻ്റെ പുസ്തകമാണ്. ഓക്കെ, the Aryans are considered to represent a linguistic group speaking which of the following group of language? ഉള്ളൊരു ആൻസർ ആയിരുന്നു ഓപ്ഷൻ സി, ഇൻഡോ യൂറോപ്യൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കാം. ഇൻഡോ യൂറോപ്യൻ അല്ലെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇൻഡോ ആര്യൻ. ഓക്കെ, അതിൽ തന്നെ ആര്യൻസിൽ പോകുന്നുണ്ട്, ഇൻഡോ ഇറാനിയൻ ആൻഡ് ഇൻഡോ ആര്യൻ, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. യൂറോപ്യൻ ആണെങ്കിലോ സ്ലാവിക്, ഇറ്റാലിക്, ജർമാനിക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻഡോ ആര്യനിലാണ് നമ്മുടെ ഉറുദു, ഗുജറാത്തി, ആസമീസ്, മറാഠി, ഹിന്ദി, ബംഗാളി, സിന്ധ്, കാശ്മീരി, സാൻസ്ക്രിറ്റ് ഒക്കെ വരുന്നത്. ഇറാനിയനിലാണെങ്കിലോ പേർഷ്യൻ, ക്രൂഡിഷ്, പസ്റ്റോ, ബലൂച്ചി ഒക്കെ വരുന്നു. ഓക്കെ, അതുപോലെ സ്ലാവിക്, ഇറ്റാലിയൻ, ജർമാനിക് ഒന്ന് നോക്കി വയ്ക്കണേ. ഓക്കെ, വിച്ച് ഓഫ് ദി വേർഡ് ആൻഡ് ട്രാൻസ്ക്രൈബ്ഡ് ആർ കറക്റ്റ്? ഒന്ന് ബനാന, കാറ്റ്, ഷിപ്പ്, അതോ എല്ലാം ശരിയാണോ? ഇവിടെ ഇതെല്ലാം ശരി തന്നെയാണ്. ഓക്കെ, യെസ്. നാരോ ട്രാൻസ്ക്രിപ്ഷൻ ഡിഫേഴ്സ് ഫ്രം ബ്രോഡ് ട്രാൻസ്ക്രിപ്ഷൻ ബൈ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽഡ് പഞ്ച്വേഷൻ ഫീച്ചേഴ്സ്. പ്രൊനൗൺസിയേഷൻ ഫീച്ചേഴ്സ്, നോട്ട് പഞ്ച്വേഷൻ, പ്രൊനൗൺസിയേഷൻ. കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് പോസ്റ്റ് മോഡേണിസം. ഇവിടെ ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ?
All are correct. Postmodernism recognize pluralism. Meta-narratives ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. Postmodernism values irony. Intertextuality is the characteristics of postmodernist literature. Okay, yes. Which of the following is not a type of ധ്വനി? 3 types of ധ്വനി ഉണ്ട് അല്ലേ? വാസ്തുധ്വനി, രസധ്വനി, അലങ്കാരധ്വനി. അപ്പോൾ ഇതിൽ പെടാത്തത് ലാളിത്യധ്വനി, സജഷൻ ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ധ്വനി തിയറി ഓഫ് ആനന്ദവർദ്ധന ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. Which of the following poet does Arnold uses an example in the touchstone method? ഹോമർ, ഡാൻറ്റെ, ഷേക്സ്പിയർ ആൻഡ് മിൽട്ടൺ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഒന്ന് ഓർത്ത് വെക്കണേ. യെസ്. അക്കോർഡിംഗ് ടു ഫെർഡിനൻഡ് ഡി സൊഷർ എ ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് സിഗ്നിഫയർ, സിഗ്നിഫൈഡ് ഒക്കെ നമുക്ക് മാറിപ്പോകരുത്. സിഗ്നിഫയർ സൗണ്ട്, സിഗ്നിഫൈഡ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ എ കൺസെപ്റ്റ് ആൻഡ് എ സൗണ്ട് പാറ്റേൺ. ഓർത്ത് വെക്കുക. യെസ്. ഹൗ ഡസ് കോളറിഡ്ജ് ഡിഫെൻഡ് ഹിസ് പോയറ്റിക് ക്രീഡ് ഇൻ ബയോഗ്രഫിയ ലിറ്ററേറിയ? റൈറ്റ് ആൻസർ, ബൈ പോയിൻറ്റിംഗ് ഔട്ട് ദ അഡ്മിറേഷൻ ഓഫ് യങ് മാൻ ടുവേർഡ്സ് വേർഡ്സ്വർത്ത് പോയംസ്. ഓക്കെ. The main phrase and literary device from the poem where the mind is without fear. ഓക്കെ, അതിനകത്ത് തന്നിട്ടുള്ള ഫ്രേസും ആ ഒരു ലിറ്റററി ഡിവൈസും എല്ലാം മാച്ച്ഡ് ശരിയാണോ നോക്കാം. ഹെഡ് ഈസ് ഹെൽഡ് ഹൈ അലിട്രേഷനാണ്. ഓക്കെ, അത് ശരിയാണ്. ഡ്രയറി ഡെസേർട്ട്സ് ആൻഡ് ഓഫ് ദാറ്റ് ഹാബിറ്റ്, അതും അലിട്രേഷനാണ്. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം, ഓക്കെ, സിംബോളിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റററി ഡിവൈസ്. നാരോ ഡൊമസ്റ്റിക് വാൾ, അത് മെറ്റഫറാണ്. ഓക്കെ, ഇവിടെ എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നത്. ഓക്കെ, ശരി. വാട്ട് ടോൺ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റീഡിംഗ് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ അലൗഡ് ആൻഡ് വൈ? ആൻസർ ഓപ്ഷൻ ബി, റെവറൻലി ടു ഷോ ദ പ്രൈഡ് ഓഫ് ഹിസ് മദർ. ഓക്കെ. വാട്ട് പോയറ്റിക് ടെക്നിക് ഡസ് കമല ദാസ് യൂസ് ഇൻ ദ പോം an introduction that involves a continuation of a sentence without a pause? നമുക്കറിയാം, കുത്തുകോമയൊന്നും ഇല്ലാതെ പോകുന്നതിനെ എൻജാബ്മെൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ? യെസ്. എ കെ രാമാനുജൻ പോയം ഒബിച്വറി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ കളക്ഷൻ ടൈറ്റിൽഡ്? യെസ്, ഓപ്ഷൻ എ is the right answer, Relations. The poem Home Burial is written in? റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ചിത്രമാണ് കാണുന്നത്. റൈറ്റ് ആൻസർ, ബ്ലാങ്ക് വേഴ്സ്. എ ഡോൾസ് ഹൗസ് വാസ് കൺസിഡേർഡ് എ തിയററ്റിക്കൽ ഇന്നോവേഷൻ ബിക്കോസ് ഇറ്റ് ആൾട്ടേർഡ് ദ വെൽ മെയ്ഡ് പ്ലേ ടു ഇൻക്ലൂഡ് ഹെൻറിക് ഇബ്സൺ. എ ഡിസ്കഷൻ. ഓക്കെ. വാട്ട് ഐറ്റം ഡസ് ടോം ഗിവ് ടു ലോറ ദാറ്റ് ഹി സേസ് was given to him by a magician? Option A, the rainbow scarf. What is the full title of the play Death of a Salesman? Right answer, Death of a Salesman, certain private conversations in 2-act play and Requiem. How does Arthur Miller create confusion and chaos in the narration or the narrative of Death of Salesman? Right answer, by using flashback to show Willie's internal conflicts. What is the symbolic significance of the glass unicorn in the Glass Menagerie? Right answer, represents Laura's fragility and uniqueness. What is the role of satire in Steele's play? To entertain the readers, to critique human follies, to move the members of the club. All of the above ആണ് ശരി ഉത്തരം. ഓക്കെ. E. M. Foster's essay Tolerance can be associated with which literary moment? Right answer,
Modernism. Arrange the following events in chronological order: the Middle Age, the French Revolution, the rise of Nazism, the writing of the essay Tolerance. എല്ലാം കറക്റ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്, അത് നമുക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. In the Old Man and the Sea, Santiago is Manolins. Option C is the right answer, mentor. Dash is a phrase in Hemingway's Concerned and Yet popularized. Hemingway's Scroned and Yet popularized എന്നാണ്. സോറി, ലോസ്റ്റ് ജനറേഷൻ അല്ലേ? ഓക്കെ. വിച്ച് സെൻറ്റൻസ് ഈസ് എ സീറോ കണ്ടീഷൻ? ഗ്രാമറിലേക്ക് നമ്മൾ വന്നു. ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 തരം കണ്ടീഷൻസ് ആണുള്ളത്. 4 തരം കണ്ടീഷൻ. ഒന്ന് സീറോ കണ്ടീഷൻ ആണല്ലോ. ഓക്കെ, അതിൽ സീറോ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ഫാക്റ്റ്. ഇപ്പോൾ ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. പിന്നെ അവിടെ ഒരു മോഡൽ ഓക്സിലറിയുടെ ഉപയോഗമൊന്നും വേണ്ട. ഓക്കെ, പിന്നെ 3 തരം കണ്ടീഷൻസ് ആണ് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. പിന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ. പിന്നെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, യു വുഡ് ഹാവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്. കുറച്ച് സിനോണിംസ് ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം. ബെയിൽഫുൾ, ഹോസ്റ്റൈൽ, പ്രൊപ്പൽ, ഡ്രൈവ്, emolument, remuneration, stumbling block, hurdle, differ, postpone. ആൻഡ് ഫ്രേസ് പുട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് സിനോണിംസ് ആണ്. ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോട്ടോ ടീച്ച് ദ ലാംഗ്വേജ് നോട്ട് അബൌട്ട് ദ ലാംഗ്വേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ടൈപ്പ് ഓഫ് മെത്തേഡ്? റൈറ്റ് ആൻസർ, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ. Which method is based on behaviorism? Right answer, audio lingual. ഓക്കെ, ആർമി മെത്തേഡ് എന്നറിയപ്പെടുന്നതും ഓഡിയോ ലിംഗ്വൽ മെത്തേഡാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് വാസ് എ റിയാക്ഷൻ അഗൻസ്റ്റ് ഗ്രാമാറ്റിക്കൽ ട്രാൻസ്ലേഷൻ, ഓഡിയോ ലിംഗ്വൽ, അതോ ഇത് രണ്ടിനും എതിരായിട്ടാണോ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് വന്നത്? യെസ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടിനും എതിരായിരുന്നു അല്ലേ? CLT എന്ന് പറയുന്നു, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ നമ്മളെ 50 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇനി ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ കൂടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു, എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ്. അടുത്ത എന്ത് ക്ലാസ് ചെയ്യണം, എന്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം നമുക്ക് അല്ലേ. കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.